നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും അകന്നു പോയാൽ അവരുടെ ജീവിതം എങ്ങനെയായി മാറും എന്നുള്ളൊരു കണ്ടെത്തലാണ്. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസിനേറ്റ് ചെയ്യണമെന്നില്ല. റീഡിംഗ് കാണുന്നതിന് മുമ്പ് ആ ഒരു വ്യക്തിയുടെ മുഖം നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവരിക. ശേഷം ഈ ഒരു റീഡിംഗ് കാണാനായിട്ട് ശ്രമിക്കുക. നമുക്ക് നോക്കാം ഇന്ന് എന്ത് സ്പ്രെഡാണ് ഇവിടെ കിട്ടിയിരിക്കുന്നതെന്ന്. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്, നയൻ ഓഫ് വൺസ്, ഡെത്ത്, സെവൻ ഓഫ് പെൻറ്റക്കിൾസ്, സിക്സ് ഓഫ് സോട്സ്, എയ്സ് ഓഫ് വൺസ്, നൈറ്റ് ഓഫ് വൺസ്, എയ്സ് ഓഫ് കപ്സ്. നമുക്കിവിടെ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് ആദ്യം കിട്ടിയിരിക്കുന്നത്. അതായത് ഇവിടെ നിങ്ങൾ അകന്നാൽ അവരുടെ ജീവിതം മന്ദഗതിയിലാകുമെന്ന് കാണിക്കുന്നുണ്ട്. അതായത് അവർ പ്രവർത്തിക്കും, പക്ഷെ ആ ഒരു പഴയ ഉത്സാഹം ഇല്ലാതാകുമെന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. എല്ലാം ഒരു ഡ്യൂട്ടി ആയി മാറുമെന്ന് കാണിക്കുന്നുണ്ട്. ഹൃദയത്തിൽ ഒരു ശൂന്യത അനുഭവപ്പെടുമെന്നും നമുക്കിവിടെ ഈ ഒരു നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ അകന്നാൽ പിന്നെ അവർക്ക് മറ്റാരെയും വിശ്വസിക്കുവാൻ കഴിയില്ല എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. എല്ലാത്തിനും ഒരു പേടി തോന്നും. കാരണം തൻ്റെ ജീവിതത്തിൽ വരുന്നവരെല്ലാം ഒടുവിൽ പോകും എന്നുള്ളൊരു ചിന്ത ആ ഒരു വ്യക്തിക്ക് ഉണ്ടാകുമെന്ന് കാണിക്കുന്നുണ്ട്. അതവരെ വേട്ടയാടി കൊണ്ട് ഇരിക്കും എന്നാണ് ഈ ഒരു നയൻ ഓഫ് വൺസ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, പുറമേ അവർ അവരുടെ വിഷമങ്ങളൊന്നും കാട്ടിയില്ലെങ്കിലും ഉള്ളിൽ വളരെയധികം വേദന ആ ഒരു വ്യക്തി കൊണ്ട് നടക്കുമെന്നാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ ഡെത്ത് കിട്ടിയിട്ടുണ്ട്. ഇത് വലിയൊരു ട്രാൻസ്ഫർമേഷനാണ് കാണിക്കുന്നത്. അവർ പഴയ വ്യക്തി തന്നെ അല്ലാതാകുമെന്ന് കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ കണ്ട ആ ഒരു വ്യക്തി തന്നെ അല്ലാതായി മാറും എന്നിവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ പഴയ രീതികൾ, മറ്റുള്ള അവരുടെ പഴയ ചില ചിന്തകൾ, ഇതെല്ലാം അവരിൽ നിന്നും പൂർണ്ണമായി മാറുമെന്നാണ് ഈ ഒരു കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതായത് അവർ അകമേ പൂർണ്ണമായി മാറും എന്നുള്ളൊരു സൂചന കൂടി നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ ഒരു അതായത് നിങ്ങൾ അവരുടെ ജീവിതത്തിൽ നിന്നും പോകുന്നത് അവരുടെ ജീവിതത്തിലെ ഒരു റീബർത്ത് സൈക്കിൾ ആകുമെന്നും ഈ ഒരു ഡെത്ത് കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് സെവൻ ഓഫ് പെൻറ്റക്കിൾസ് കിട്ടിയിട്ടുണ്ട്. വളരെ പെട്ടെന്നൊന്നും നിങ്ങളെ എന്തായാലും ഈ ഒരു വ്യക്തിക്ക് അവരുടെ മനസ്സിൽ നിന്ന് നിങ്ങൾ പോയാലും മാറ്റുവാൻ കഴിയില്ല. പതുക്കെ പതുക്കെ അവർ നിങ്ങളെ അവരുടെ മനസ്സിൽ നിന്ന് നിങ്ങളെ മാറ്റുമെന്നാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ അകന്നാൽ അവരുടെ ചിന്തയാണ് ഇത് കാണിക്കുന്നത്. അതായത് അവർ എന്ത് തെറ്റാണ് ചെയ്തത്, എന്ത് തെറ്റ് അവർ ചെയ്തത് കൊണ്ടാണ് നിങ്ങൾ പോയത് എന്നൊക്കെയുള്ളൊരു ചിന്ത ആ ഒരു വ്യക്തിക്ക് ഉണ്ടാകും എന്നിവിടെ കാണിക്കുന്നുണ്ട്. അതാണ് നമുക്കിവിടെ ഈ ഒരു സെവൻ ഓഫ് പെൻറ്റക്കിൾസ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇനി എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള രീതിയിലൊക്കെ അവർ സ്വയം അവരോട് തന്നെ ചോദിക്കും എന്നിവിടെ കാണിക്കുന്നുണ്ട്. പക്ഷേ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഒരു വിഷമത്തിൽ നിന്നും അവർക്ക് പുറത്ത് വരാൻ കഴിയും. പക്ഷെ അതിന് ഒത്തിരി ടൈം എടുക്കുമെന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതായത് പുറത്ത് ഇത് നിങ്ങൾ പോകുന്നത് അവർക്ക് വളരെയധികം ആകുമെങ്കിൽ പോലും കുറച്ച് കഴിയുമ്പോൾ അത് അവരുടെ വളർച്ചയുടെ വിത്താകുമെന്ന് കാണിക്കുന്നുണ്ട്. അതാണ് വീണ്ടും നമുക്കിവിടെ ഒരു സെവൻ ഓഫ് പെൻറ്റക്കിൾസ് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ സിക്സ് ഓഫ് സോട്സ് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് ഇതൊരു ഹീലിങ്ങിലേക്കുള്ള ഒരു യാത്രയാണ്. ആ ഒരു വ്യക്തി നിങ്ങൾ പോയതിന് ശേഷം ഒരുപാട് വേദനയ്ക്കും പതിയെ പതിയെ അവർ ഒരു ഹീലിങ്ങിലേക്കുള്ള യാത്രയിലേക്ക് പോകും. അവർ നയിക്കപ്പെടുമെന്നാണ് കാണിക്കുന്നത്. അതായത് അവർക്ക് മനസമാധാനത്തിന് വേണ്ടി അവർ തന്നെ ഇവിടെ പീസ് തേടി പോകുമെന്നാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ അവർ നിങ്ങൾ വിട്ടുപോയ ആ വേദനകളിൽ നിന്നും പതുക്കെ മാറി കാമർ വാട്ടേഴ്സിലേക്ക് പോകാൻ ശ്രമിക്കുമെന്നാണ് കാണിക്കുന്നത്. അതായത് ശാന്തമായ ഇടങ്ങളിലേക്ക് ആ ഒരു വ്യക്തി പോകുവാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ ഒരു യാത്ര വളരെ എളുപ്പമാകില്ല, കുറച്ച് പ്രയാസപ്പെട്ടായിരിക്കും ഈ ഒരു രീതിയിലേക്ക് അവർ മാറുന്നതായിട്ട് കാണിക്കുന്നത്. കാരണം അവർക്ക് നിങ്ങൾ പോയത് വളരെയധികം ഒരു താങ്ങാൻ പറ്റാത്തൊരു കാര്യമായിട്ടാണ് കാണിക്കുന്നത്. അതായത് നിങ്ങൾ പോകുന്നത് നിങ്ങൾ പോകുമെന്ന് അവർ പ്രതീക്ഷിച്ചില്ല. അതുപോലെ തന്നെ നിങ്ങൾ അവരിൽ നിന്നും പോയത് അവരെ പൂർണ്ണമായും തകർത്തുവെങ്കിൽ പോലും അവർ പതിയെ പതിയെ അതിൽ നിന്നും പുറത്തു വരുവാനായിട്ട് ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേ ഇരിക്കുമെന്നാണ് ഈ ഒരു സിക്സ് ഓഫ് സോട്സ് തരുന്ന മറ്റൊരു കാര്യം. അതുപോലെ തന്നെ നമുക്കിവിടെ ഏസ് ഓഫ് വൺസ് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് കുറച്ച് കാര്യങ്ങളൊക്കെ അവർ തരണം ചെയ്ത ശേഷം, അതായത് ആ ഒരു ട്രാൻസ്ഫർമേഷൻ കഴിഞ്ഞാൽ പുതിയൊരു എനർജി അവർക്ക് ഉദിക്കുമെന്നാണ് കാണിക്കുന്നത്. അതായത് നമുക്കിവിടെ ഈ ഒരു ഏസ് ഓഫ് വൺസ് കിട്ടിയിരിക്കുന്നത്.
അതുപോലെ തന്നെ അവരുടെ ഉള്ളിൽ ഒരു ക്രിയേറ്റീവ് സ്പാർക്ക്, മോട്ടിവേഷൻ, അതുപോലെ പുതിയ ആവേശം, ഇതൊക്കെ തിരികെ വരുന്ന ഒരു എനർജി ഈ ഒരു ഏസ് ഓഫ് വാണ്ട്സ് പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിലെ പുതിയ ലക്ഷ്യങ്ങൾ കണ്ടെത്തുമെന്ന് കാണിക്കുന്നുണ്ട്. ട്രാൻസ്ഫർമേഷൻ കഴിഞ്ഞ് അവർ വീണ്ടും ജീവിതത്തിൽ മൂവ് ഓൺ ചെയ്യാൻ തുടങ്ങുമെന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, ഒരുപാട് ലക്ഷ്യത്തിലേക്ക്, മുൻപ് കുറച്ച് ലക്ഷ്യങ്ങൾ മാത്രമുള്ള ഒരു വ്യക്തിയായിരുന്നെങ്കിൽ കൂടുതൽ ലക്ഷ്യത്തിലേക്ക് ഈ ഒരു വ്യക്തി കൂടുതൽ ലക്ഷ്യങ്ങൾക്കായി മുന്നോട്ട് പോകും എന്നാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി സെൽഫ് ലവ് പഠിക്കുമെന്ന് കാണിക്കുന്നുണ്ട്. ഇത്രയും കാലം ഈ ഒരു വ്യക്തിക്ക് സെൽഫ് ലവ് ഇല്ലായിരുന്ന ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ പോയാൽ ആ ഒരു വ്യക്തി സെൽഫ് ലവ് പഠിക്കുമെന്ന് കാണിക്കുന്നുണ്ട്. ആദ്യമൊക്കെ ഒന്ന് ശൂന്യമായിട്ട് തോന്നുമെങ്കിലും അവസാനം അവരുടെ ഉള്ളിൽ നിന്നും ഇവിടെ ഒരു സ്നേഹമൊക്കെ, അതായത് ആദ്യം നിങ്ങൾ പോകുമ്പോൾ ഒരു ശൂന്യത, നിങ്ങളോടൊരു ദേഷ്യം, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്തത് എന്നൊക്കെയുള്ള ഒരു ദേഷ്യവും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും ആദ്യ സമയത്ത്. പക്ഷെ അവസാനമാകുമ്പോൾ അവർക്ക് ഈ ഒരു ട്രാൻസ്ഫർമേഷനൊക്കെ കഴിഞ്ഞെത്തുമ്പോൾ അവർ ഏസ് ഓഫ് കപ്സിന്റെ ആ ഒരു എനർജിയിലോട്ടാണ് എത്തുന്നത്. ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് അവസാനം അവരുടെ ഉള്ളിൽ നിന്നും നിങ്ങളോട് കൂടെ വളരെയധികം സ്നേഹത്തോടു കൂടി നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ അവർ ക്ഷമിക്കുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് നിങ്ങൾ അവരെ വിട്ടുപോയത്, അവർക്കുള്ള നിങ്ങൾ അവരെ വിട്ടുപോയപ്പോൾ ഉണ്ടായ ആ ഒരു ദേഷ്യവും കാര്യങ്ങളും ഒക്കെ അവർ വളരെയധികം ആത്മാർത്ഥതയോടുകൂടി ക്ഷമിച്ചു കളയും. അതാണ് ഈ ഒരു ഏസ് ഓഫ് കപ്സിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യം. അതുപോലെ തന്നെ ചിലരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രണയത്തിലേക്ക് പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പുതിയ പ്രണയം ലഭിക്കുന്ന എനർജി കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ആത്മീയ ഉണർവിലേക്ക്, ചിലർ ഇവിടെ ഒരു ആത്മീയ ഉണർവിലേക്ക് നയിക്കപ്പെടുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. രണ്ട് കാര്യങ്ങളും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തായാലും നിങ്ങളുടെ ആ ഒരു അകലം, നിങ്ങൾ അവരിൽ നിന്ന് മാറിപ്പോകുന്നത് ഇവർക്ക് വലിയ അതായത് വലിയൊരു കാർമിക് ട്രിഗർ ആകുമെന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിലൂടെ നിങ്ങൾ വിട്ടുപോകുന്നതിലൂടെ അവരുടെ യഥാർത്ഥ ജീവിത ലക്ഷ്യം എന്താണെന്ന് അവർ തിരിച്ചറിയും. അതുപോലെ തന്നെ എങ്ങനെ മുന്നോട്ട് ജീവിതം കൊണ്ടുപോകണം, ഇനി എങ്ങനെ ജീവിക്കണം എന്നൊക്കെ ഉള്ളൊരു തിരിച്ചറിവ് ആ ഒരു വ്യക്തിക്ക് വരുമെന്നാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് നിങ്ങളുടെ ആ ഒരു അതായത് നിങ്ങളുടെ ആ ഒരു ആബ്സെൻസ് അവരുടെ റീബർത്തിന്റെ തുടക്കമാണെന്നും നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ഒടുവിൽ ഇവിടെ സംഭവിക്കുന്നത്, ആ ഒരു വ്യക്തിക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ അവർ കൂടുതൽ മെച്ചുവേർഡ് ആകുമെന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സോൾഫുൾ, ഇമോഷണലി ബാലൻസ്ഡ് ആയ വ്യക്തിയായി ഇവർ മാറുമെന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് വലിയൊരു മാറ്റം, അവരുടെ ജീവിതത്തിൽ തന്നെ വലിയൊരു മാറ്റം ഇതിലൂടെ അവർക്ക് ഉണ്ടാകും എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് വേദനയൊക്കെ അവർ അനുഭവിക്കുമെങ്കിലും പിന്നീട് പതിയെ 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 അവർ അതിൽ നിന്നും പൂർണ്ണമായും പുറത്തു വരുമെന്ന് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അവരുടെ ജീവിതത്തിൽ നിന്നും മാറി നിന്നാൽ നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് അവർ പൂർണ്ണമായി മാറും. ഇതവരുടെ ആത്മീയ പുനർജന്മത്തിന്റെ ഒരു തുടക്കമായിട്ടാണ് യൂണിവേഴ്സ് ഇവിടെ പറഞ്ഞു തരുന്നത്. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്ന റീഡിങ്. ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക് യു.